മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് അമൃത നായർ. കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരം പിന്നീട് നിരവധി പരമ്പരകളിലും വെബ് സീരീസിലും അഭിനയിച്ചു. മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലിലും സജീവമാണ്. 25-കാരിയായ താരം ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തിൽ താങ്ങും തണലും ഇപ്പോൾ അമൃതയാണ്. അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം. ഇപ്പോഴിതാ തന്റെ കുടുംബം കടന്നു വന്ന വഴികളെക്കുറിച്ചും സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം. അഭിനയത്തിലേക്ക് വന്ന ശേഷം തനിക്ക് ഭംഗിയില്ല എന്ന് പറഞ്ഞ് 2 ചാൻസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തന്റെ ഫാമിലിയെ ഇപ്പോൾ താനാണ് സംരക്ഷിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ താൻ അവരെ നന്നായി നോക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ എൻ്റെതായ ചില വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയോട് ഇക്കാര്യം പറയാറില്ല. പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് അമ്മയാണ്. അമ്മയെ ഇരുന്ന് കരയും. സിംഗിൾ പാരൻ്റായി ജീവിച്ച് ഇതിനോടകം ഒരുപാട് കരഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അമ്മ. ഒരു സ്ത്രീ സമൂഹത്തിൽ 2 കുഞ്ഞുങ്ങളുമായി നല്ല രീതിയിൽ ജീവിച്ചാൽ സമൂഹം അവളെ മോശക്കാരിയായിട്ടാണ് കാണുക. ബന്ധുക്കളും സുഹൃത്തുക്കളും വരെ ആ സ്ത്രീയെ മോശക്കാരിയായി ചിത്രീകരിക്കും. ആ സ്ത്രീയുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ആർക്കും മനസ്സിലാകില്ല. തുണി തയ്ച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് എൻ്റെ അമ്മ എന്നെയും ബ്രദറിനെയും പഠിപ്പിച്ചതും വളർത്തിയതും. ഞാൻ 5 വർഷം മുമ്പാണ് ഫാമിലി നോക്കി തുടങ്ങിയത്. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ സമൂഹത്തിലെ ചില ആളുകൾ അവരെ മാനസികമായി തളർത്തും. അന്നും ഇന്നും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ് താമസം. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ ഒരു അമ്മ 2 കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്തില്ലേ, അതുപോലെ തന്നെ എൻ്റെ അമ്മയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ആ മരണവാർത്ത കേട്ടപ്പോൾ ഞാനും ആദ്യം ഓർത്തത് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഞാൻ 10ൽ പഠിക്കുന്ന സമയത്ത് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് പറ്റുന്നില്ല, ആരും സഹായിക്കാനുമില്ല. ഇനി മുന്നോട്ട് ജീവിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു. അടുത്തിടെ റെയിൽവേ പാളം ഉണ്ടായിരുന്നു. അമ്മ എവിടെ പോയാലും കൂടെ ഞാനുണ്ടാകുമെന്ന് അനിയൻ പറഞ്ഞു. എനിക്ക് മരണം പേടിയായിരുന്നു. എന്നെ അമ്മൂമ്മയുടെ അടുത്താക്കിയിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒരു പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ്. അത്രമാത്രം അവസ്ഥ മോശമായാൽ മാത്രമേ ആത്മഹത്യ ചെയ്യൂ. അന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ ഇന്ന് ഞങ്ങൾ അന്തസ്സായി ജീവിക്കുന്നു. അമ്മയാണ് ഏറ്റവും വലിയ എൻ്റെ ബലം. അച്ഛനെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഹീറോ അച്ഛനാകുമെന്ന് പൊതുവേ പറയാറുണ്ട്. പക്ഷെ എൻ്റെ രാജ്ഞി അമ്മയാണ്. തൻ്റെ ജീവിതം പിന്നിട്ട് വന്ന വഴികളെക്കുറിച്ച് സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ് അമൃത നായർ.